നമസ്കാരം. കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ കയറി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും മോഷണത്തിനായി കൂടുതൽ വീടുകളിൽ കയറിയിരുന്നുവെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. കഴക്കൂട്ടം പോലെ ഇത്രയും തിരക്കുള്ള ഒരു നഗരത്തിൽ സ്വന്തം മുറിയിൽ കിടന്നുറങ്ങിയ പെൺകുട്ടിക്കാണ് ഈ അതിക്രമം നേരിടേണ്ടി വന്നത്. ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു ശാരീരിക മാനസികാവസ്ഥയിലേക്ക് ആ പെൺകുട്ടി പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം സുരക്ഷിതരാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യം വീണ്ടും ഉയരുകയാണ്. ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊപ്പം ടെക്നോപാർക്കിലെ സാംസ്കാരിക സംഘടനയായ പ്രതിധ്വനിയുടെ പ്രതിനിധി മാഗി വസുന്ധരൻ, വനിതാ വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് സംവിധാനമായ 181 ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസറായ മീനു സന്ദീപ്, ടെക്നോപാർക്ക് ജീവനക്കാരിയായ അഭിരാമി എന്നിവർ ചേരുകയാണ്. മൂന്നുപേർക്കും സ്വാഗതം ന്യൂസ് 3യിലേക്ക്. നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ വീണ്ടും ആ ചോദ്യം ഉയരുകയാണ്, എവിടെയാണ് സ്ത്രീ സുരക്ഷ എന്നുള്ളത്. പലപ്പോഴും ഈ പീഡനങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നത് വസ്ത്രധാരണത്തിലൊക്കെ ഇതിന് വലിയ പങ്കുണ്ട് എന്നൊക്കെയായിരുന്നു. ഇതിപ്പോൾ സ്വന്തം വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയ ഒരു പെൺകുട്ടിക്കാണ് ഈ അതിക്രമം നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം മാഗിയിലേക്ക് പോവുകയാണ്. മാഗി, പേടിയാവുന്നുണ്ട് ശരിക്കും കേൾക്കുമ്പോൾ. നമുക്കൊക്കെ ഉള്ളിലിപ്പോഴും ആ വിറയൽ മാറിയിട്ടില്ല. എത്രത്തോളം ഭയപ്പെട്ട് കാണും ആ കുട്ടി എന്നുള്ളത് എന്താണ് തോന്നുന്നത്? താങ്കളും ഒരു IT ജീവനക്കാരിയാണ്. അത് വല്ലാത്തൊരു ട്രോമയിലായിരിക്കും ആ കുട്ടി ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ ഏറ്റവും സുരക്ഷിതമാണ് എന്നൊരു കരുതുന്ന ഇടത്താണ് നമ്മൾ ഉറങ്ങാനെത്തുന്നത്. അപ്പോൾ അവിടെ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്ത ട്രോമ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രധാരണത്തിൻ്റെയാണ് അല്ലെങ്കിൽ അസമയത്താണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇവിടെ ബാധകമല്ല. ഇവിടെ നമ്മൾ കൃത്യമായി നമ്മൾ വെളുപ്പിനെ 2 മണിക്ക് ആ പെൺകുട്ടി ജോലി കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്ന ഇടത്ത് ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് വല്ലാത്ത ട്രോമ തന്നെ. ആ കുട്ടിക്ക് മാത്രമല്ല അതിൻ്റെ ഇത് ഉണ്ടായത്. ഇതുപോലെ ഹോസ്റ്റലുകളിൽ ഉറങ്ങുന്ന എല്ലാ പെൺകുട്ടികളും അവരുടെ പാരൻസും ഇപ്പോൾ നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവർക്കും വല്ലാത്തൊരു ഉൾക്കിടലമാണ്. എങ്ങനെയാണ് ഈ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ളൊരു ഭയമുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടി അതിജീവിതം എന്ന് തന്നെ പറയാം. ഒരു സെക്ഷൽ അസോൾട്ട് ഉണ്ടായതിനു ശേഷം പോലീസിൽ പരാതിപ്പെടാനും അതിനുണ്ടായ ഒരു ആർജവും ആ കുട്ടിയുടെ നിലപാടും അതിന് സപ്പോർട്ട് ചെയ്ത ആ PG അധികൃതർ അവരതിന് ആ കുട്ടിയോടൊപ്പം നിന്നതുകൊണ്ടാണ് പോലീസിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് അതൊരു വലിയ ഒരു നീക്കമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും തന്നെ ഇത് അറിയപ്പെടാതെ പോവുകയും ഇതുപോലുള്ള സമാന സംഭവങ്ങൾ മറ്റു പെൺകുട്ടികൾക്കും ഉണ്ടാവുമായിരുന്നു ഈ ക്രിമിനലിനെ പിടിച്ചില്ലെങ്കിൽ. അതുപോലെ നമ്മുടെ പോലീസ് ഒരു തെളിവില്ലാത്ത ഇരുന്ന ഒരു സ്ഥലത്ത് നിന്ന് 48 മണിക്കൂറിനുള്ളിൽ ആ പ്രതിയെ കണ്ടെത്തി. അത് അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. ആ സംവിധാനം അത്രയും കാര്യക്ഷമമായി പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും CCTV പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു തുമ്പുമില്ലാതെ തുടങ്ങിയതാണ് പോലീസ് അന്വേഷണം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അയാളിലേക്ക് എത്താനോ അയാളെ പിടികൂടാനും കഴിഞ്ഞു. ഞാൻ അഭിരാമിയിലേക്ക് കൂടി പോവുകയാണ്. അഭിരാമി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇത് കേട്ടപ്പോൾ പേടി തോന്നിയോ അഭിരാമി? ഓഫ് കോഴ്സ്. ഇപ്പൊ ഞാൻ മാത്രമല്ല, നമ്മുടെ കൊളീഗ്സ് ആയാലും ടെക്നോപാർക്കിന്റെ അടുത്ത് തന്നെയാണ് എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ റീസെന്റ് ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് നമ്മുടെ വരുന്നതും പോലീസിലോട്ട് ന്യൂസിലോട്ട് എത്താതെ ചെറിയ ഇൻസിഡൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഒരാള് പുറത്ത് വന്ന് അതിനെപ്പറ്റി സംസാരിക്കുക, അതിനെപ്പറ്റി ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരി എടുത്ത് പറഞ്ഞതുപോലെ ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എല്ലാവർക്കും കാണും. ഇപ്പൊ കേട്ടപ്പോൾ തന്നെ നമുക്കും ഒരു ഭയം എന്തായാലും ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്, നമ്മളും ഇതേപോലെ ഹോസ്റ്റലിൽ പല ആൾക്കാരും വേറെ ഷിഫ്റ്റിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ PGയിലുള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നത് ഓഫ് കോഴ്സ് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞോളൂ അഭിരാമി. ഇപ്പോ പേഴ്സണലി പറയുവാണെങ്കിൽ എന്റെ PGക്കും ഇതേപോലെ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇത്രത്തോളം പോയില്ലെങ്കിൽ പോലും ഒരു ആള് ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് നൈറ്റിൽ ഒരു 12 PM ആയപ്പോ നോക്കിയായിരുന്നു നമ്മുടെ ഡോറില്. അപ്പോ ഒരു ഇഷ്യൂസ്. പക്ഷെ നമ്മുടേത് സേഫ്ലി ഫുള്ളി CCTV സർവൈലൻസ് 24/7 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വാർഡൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് അറിയിച്ചുകൊണ്ടാണ് പെട്ടെന്ന് പോലീസിലും വന്നിട്ട് അതിന്റെ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ പെട്ടെന്ന് വരുവാണെങ്കിലും ഓഫ് കോഴ്സ് പോലീസ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ അകത്ത് നിന്ന് കുറ്റിയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2, വളരെ രാത്രി ഇരുട്ടാണ്, നമ്മൾ എപ്പോഴും ലൈറ്റ് ഉണ്ടാകില്ല, മുറിയിൽ എപ്പോഴും ലൈറ്റ് ഉണ്ടാകില്ല.
മറ്റൊന്ന് ഈ CCTV അവിടെ ഇല്ല എന്നുള്ളത്. ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്. ഇയാളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമ്മളെ പേടിപ്പിക്കും. നമ്മൾ ഗോവിന്ദചാമിയൊക്കെ പോലെ പേടിക്കേണ്ട ഒരാളാണ്. പുറത്തിറങ്ങിയാൽ ഇനിയും ക്രൈം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ശ്രീമതി മീനു സന്ദീപിലേക്ക് വരികയാണ്. ശ്രീമതി മീനു, ഈ നമുക്ക് എപ്പോഴും നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായത്തിന് ആരുണ്ടാകുമെന്നാണ് ആദ്യം ചിന്തിക്കുക. ആരെ വിളിക്കും? ഇപ്പോൾ ഈ കേസിലല്ലാതെ നമ്മൾ അകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അഭിരാമി പറഞ്ഞതുപോലെ പുറത്ത് അസമയത്തൊരു അല്ലെങ്കിൽ വളരെ വൈകിയൊരു തട്ടൽ കേൾക്കുമ്പോൾ, വാതിലൊരു മുട്ടൽ കേൾക്കുമ്പോൾ ആരെ നമ്മൾ വിളിക്കും, അത് ആരാണെന്ന് വിചാരിച്ച് തുറക്കും എന്നൊക്കെയുള്ള ആശങ്ക നമുക്കുണ്ട്. അവിടെയാണ് 181 എന്ന നമ്പർ നമ്മളെല്ലാവരും ഓർക്കണമെന്ന് പറയുന്നു. പക്ഷെ എത്രത്തോളം അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾക്കാണ് കൂടുതൽ പറയാൻ സാധിക്കുക. 181 ഹെൽപ്പ് ലൈനിനെ കുറിച്ച് ഒന്ന് പറയാമോ? കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. അവിടെയാണ് 181 ഒരു ഉത്തരം നൽകുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും. 181 വിമൻ ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂം എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റിലെ ഏത് നമ്മുടെ ജില്ലകളിൽ എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ 181ലേക്ക് തന്നെ ആയിരിക്കും കോള് കിട്ടുന്നത്. ഇത് നിലവിൽ നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ചിലപ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി കേസുകൾ നമ്മുടെ 181ലേക്ക് വരുന്ന കോളുകൾ നമുക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ നമുക്കത് ട്രേസ് ചെയ്ത് അവർക്ക് വേണ്ട എമർജൻസി ഹെൽപ്പ് ലൈൻ കൊടുക്കുന്നതിനായിട്ട് കഴിയും. നേരത്തെ അഭിരാമി പറഞ്ഞതുപോലെ നമുക്ക് ഈ കഴക്കൂട്ടം ഭാഗത്തു നിന്ന് തന്നെ അവിടുത്തെ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഇത്തരത്തിൽ രാത്രി പെൺകുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലിൽ വന്ന് ഡോറില് മുട്ടുക, ഇത്തരത്തിലുള്ള കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എമർജൻസി ആയിട്ട് പോലീസിനെ ആ ലൊക്കേഷനിലേക്ക് വിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ അക്യൂസിനെ കണ്ടെത്താൻ കഴിയുന്ന ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിലവിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ നമ്മുടെ കുട്ടികള് വളരെ ലേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. റീസെന്റ് ആയിട്ട് ഒരു കേസ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, കോളേജിൽ നിന്നും അവർ ക്ലാസ് കഴിഞ്ഞ് അവരുടെ എക്സ്ട്രാ ക്ലാസ്സും കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടി അവരുടെ ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടികൾ ഫോളോ ചെയ്തു വന്ന ഒരു കേസ് ഉണ്ട്. പക്ഷെ അവര് പെട്ടെന്ന് ആ ഫോളോ ചെയ്യുന്ന സമയത്ത് 181 വിളിച്ചിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നമ്മുടെ ഓരോ സ്ത്രീകളും ഓരോ പെൺകുട്ടികളും അറിയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള 181 ഹെൽപ്പ് ലൈൻ കൺട്രോൾ റൂം 24 hours പ്രവർത്തിക്കുന്ന ഇടമാണ്. ഇൻ കേസ് നമ്മുടെ ലൈൻ ബിസി ആണെങ്കിൽ പോലും നിങ്ങളുടെ കോൾ അതിൽ ലാൻഡ് ചെയ്ത് കിടക്കും. തിരിച്ച് നമുക്ക് ആ നമ്പറിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കോള് ഡീൽ ചെയ്യുന്ന ആള് പെട്ടെന്ന് തന്നെ വിളിക്കും. നിങ്ങൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വിളിച്ചാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നുള്ളത്. നിലവിലെ സ്ഥിതി നിങ്ങൾ സംസാരിച്ച അനുസരിച്ച്, ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ തൊഴിലിടത്തോ ഹോസ്റ്റലിലോ ഒരിടത്തു പോലും നമുക്ക് സ്വതന്ത്രമായിട്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും 181 വിമൻ ഹെൽപ്പ് ലൈനിലൂടെ ധാരാളം പേർക്ക് സേവനം നൽകുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ മാത്രമല്ല, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളും തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ 181 ഇന്റഗ്രേറ്റഡ് ആണ്. കേരളത്തിലെ ഒരു കുട്ടി തമിഴ്നാടോ കർണാടകയിലോ മറ്റേത് സ്റ്റേറ്റില് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും താമസിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് എമർജൻസി ആയിട്ടുള്ള എന്ത് കാര്യത്തിനും 181ലേക്ക് വിളിക്കാനായിട്ട് കഴിയും. നമുക്ക് കൺസേൺഡ് ഓരോ സംസ്ഥാനങ്ങൾ വഴി കണക്ട് ചെയ്തുകൊണ്ട് എമർജൻസി ആയിട്ട് നമുക്ക് സർവീസ് കൊടുക്കാനായിട്ട് കഴിയും. നമുക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് കഴിയും. പോലീസുമായിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോലീസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കേസ് പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാനും അതിന്റെ അപ്ഡേഷൻസ് എടുക്കാനും ഓഡിയോ ഉൾപ്പെടെ നമുക്ക് ലിങ്ക് ക്ലിയർ ചെയ്ത് എമർജൻസി ആയിട്ട് തന്നെ സർവീസ് കൊടുക്കുന്നതിന് 181 കഴിയുന്നുണ്ട്. പക്ഷെ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ്. മാഗി, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ അനുഭവങ്ങൾ കൂടി കേൾക്കണം. താങ്കളിലേക്ക് വരാം. അതിന് മുൻപ് മാഗി, നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായി കൂടി പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ഇത്തരത്തിലൊരു കാര്യം കേൾക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പല നാടുകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണ്. പുതുതായി വരുന്നവർ ഒരുപാട് പേരുണ്ടാകും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴക്കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ലൈറ്റുള്ള, എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി നടക്കാവുന്ന ഒരു നഗരമെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു അതിക്രമം നേരിടുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഏത് രീതിയിലുള്ള ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന, പിന്നെ ഈ നമ്മൾ ആ സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുത്തൊന്ന് ഡയൽ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. എങ്കിൽ പോലും ഏത് രീതിയിലാണ് നിങ്ങളുടെ സംഘടന ഒക്കെ ഇതിനെ കാണുന്നത്, പ്രവർത്തിക്കുന്നത്?
മുൻപൊരു സമയത്ത് വളരെയധികം ടീസിങ്ങും അറ്റംപ്റ്റ് ടു സെക്ഷൽ അസോൾട്ടും ഒക്കെ ധാരാളമായി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ടെക്നോ പാർക്കിനും പരിസരത്തുമുള്ള. നമുക്ക് ടെക്നോ പാർക്കിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് പോകുന്നതിന് വേണ്ടത്. പക്ഷേ അതൊക്കെ ആ കാലമൊക്കെ മാറി. ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷം കൊണ്ട് വല്ലാതെ മാറി. നമ്മൾ പ്രതിധ്വനി തന്നെ ഇടപെട്ട് ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കേസുകൾ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ ഞങ്ങളൊരു സർവേ നടത്തി. റോഡുകളുടെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെയൊക്കെ കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് നഗരസഭയ്ക്ക് അന്നത്തെ പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അത് പരിഹരിക്കപ്പെട്ടു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കപ്പെട്ടു. പിന്നീട് അതിനുശേഷം അങ്ങനെ വലിയ തോതിലുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ പോലീസുമായി സഹകരിച്ചുകൊണ്ട് അവരോട് റിക്വസ്റ്റ് അനുസരിച്ച് ഒരു പിങ്ക് പോലീസ് പട്രോളിങ് അല്ലാതെ മറ്റേ പട്രോളിങ് അതിൻ്റെയൊക്കെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരുന്നു. അതിനുശേഷം കഴക്കൂട്ടത്തിൻ്റെ നൈറ്റ് ലൈഫ് തന്നെ വളരെ വ്യത്യാസമായി. ഞാനൊക്കെ ഒരു 17 വർഷം മുമ്പ് ടെക്നോ പാർക്കിൽ ജോയിൻ ചെയ്ത ആളാണ്. ആ സമയത്ത് നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ പോലും തിരിച്ചെത്തുന്നതിന് നമുക്ക് കമ്പനി വണ്ടി ഇല്ലെങ്കിൽ പറ്റില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ജോലി കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഒന്ന് വളരെ ടയർഡാണ്, പുറത്ത് പോയി ഒരു ചായ കുടിക്കാം അല്ലെങ്കിൽ ഒന്ന് പുറത്ത് ഭക്ഷണം കഴിച്ച് വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈസിയായി പോകാനും കൂട്ടം കൂടി വരാനും ഒന്നും ഒരു തടസ്സവും ഇല്ലാത്ത തരത്തിൽ സുരക്ഷിതമായി തന്നെയാണ് നിലവിൽ സാഹചര്യം ഉള്ളത്. പക്ഷേ ഈ സംഭവം ഇത് കുറച്ച് ഒറ്റപ്പെട്ടത് തന്നെയാണ്. എങ്കിലും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ ഒരാൾ അഭിരാമി പറഞ്ഞതുപോലെ ഈ PGകൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകൾ നടത്തുന്നിടത്ത് ഒരാൾ നൈറ്റ് ഷിഫ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ലേറ്റ് ഇരിക്കേണ്ടി വരുന്ന ഒരാൾ വരാനുണ്ടെങ്കിൽ അവർ ഡോറ് ചിലപ്പോൾ ക്ലോസ് ചെയ്യില്ല. ഡോർ ക്ലോസ് ചെയ്യാതെ അവർ വെയിറ്റ് ചെയ്യും, മറ്റേ ആൾ വരട്ടെ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ സംഭവത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഡോറ് ക്ലോസ് ആയിരുന്നില്ല. അപ്പോൾ വേറൊരാൾ വരാനുള്ള ആൾക്ക് വേണ്ടി മറ്റേ ആൾ ഡോറ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹോസ്റ്റൽ അല്ലെങ്കിൽ ഈ PG സംവിധാനങ്ങളിലാണ് കുട്ടികളെ ബോധവൽക്കരിക്കണം എന്നുള്ളതിനുപരി ഞാൻ പറയുന്നത് ഈ PG സംവിധാനങ്ങൾ അവിടെ പലപ്പോഴും ഒരു കെട്ടിടം എടുത്തു കൊടുത്ത് അതിനകത്ത് കുറച്ച് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക മാത്രമാണ്. അപ്പോൾ അവിടെ ഒരു കെയർ ടേക്കറോ ഒരു ഗാർഡോ അല്ലെങ്കിൽ ഒരു വാർഡൻ പോലെ ഒരാൾ, ഒരു സെക്യൂരിറ്റിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ചില ഹോസ്റ്റലുകളിൽ അതുണ്ട്. ഗേറ്റ് കൃത്യമായി ക്ലോസ് ചെയ്ത് ഇത്ര സമയം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നു. പിന്നീട് വൈകി വരുന്നവർക്ക് വേണ്ടി ഫോൺ ചെയ്ത് കൊടുത്താൽ അത് തുറന്നു കൊടുക്കുന്നു എന്നുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലാത്തിടത്ത് ഇൻമേറ്റ്സ് തന്നെയായിരിക്കും ചിലപ്പോൾ ഇത് അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി എഴുന്നേക്കാൻ മടിച്ചിട്ട് അവർ ഗേറ്റ് ഓപ്പൺ ആക്കിയിടും. അതുപോലെ മെയിൻ എൻട്രൻസ് ചിലപ്പോൾ ഓപ്പൺ ആക്കിയിടും. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. കൃത്യമായി ഇപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നത് ലോക്കൽ ബോഡിക്കൊക്കെയാണ്. അവരൊരു മാനദണ്ഡം തന്നെ വരണം. അതെ, മാനദണ്ഡം വരണം. PGs അല്ലെങ്കിൽ ഹോസ്റ്റൽസ് നടത്തുന്നിടത്ത് കൃത്യമായും രാത്രിയിൽ ഒരു കെയർ ടേക്കർ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടായിരിക്കണം. അയാൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ CCTV സർവൈലൻസ് ഉണ്ടായിരിക്കണം, വെളിച്ചം ഉണ്ടായിരിക്കണം. ഈ കുട്ടികൾക്ക് പരാതിപ്പെടാൻ അത് നമുക്ക് അവരിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതാണ്. പരാതിപ്പെടാൻ ഈ നമ്പറിലേക്ക് വിളിക്കുക, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അവയർനെസ് വരുത്താം. പക്ഷേ ഈ മാനദണ്ഡം ഉണ്ടാക്കിയെടുക്കണം. അത് നഗരസഭ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഒരു പീരിയോഡിക് ഓഡിറ്റിലൂടെ ഇത് തുടർച്ചയായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തണം. അതുപോലെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ പെട്രോളിംഗ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂട്ടണം. കാരണം ഈ ചില ഏരിയകളിൽ ഈ PG ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. ടെക്നോ പാർക്കിൻ്റെ തന്നെ പരിസരത്തുള്ള ചില സ്ഥലം, ഈ ക്ഷേത്രത്തിന് പിറകിലുള്ള വശങ്ങൾ, അങ്ങനെ PG ഡെൻസിറ്റി കൂടുതലുള്ള ഏരിയകൾ. അപ്പോൾ അവിടേക്കാണ് പെൺകുട്ടികൾ ഓഫീസ് കഴിഞ്ഞ് നടന്ന് പോകുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടേക്കൊക്കെ കൂടുതൽ പട്രോളിംഗ് ഏർപ്പെടുത്തണം. പിന്നെ പ്രതിധ്വനി എന്ന രീതിയിൽ ഞങ്ങളിപ്പോൾ ഒരു സർവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം സുരക്ഷിതമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾ പോകുന്ന വഴി അത് നിങ്ങൾക്ക് സുരക്ഷിതമായി തോന്നുന്നുണ്ടോ, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വനിതാ എംപ്ലോയീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ സർവേ നമ്മൾ റിപ്പോർട്ട് എവിടെയാണ് കൊടുക്കുക? ആ റിപ്പോർട്ട് അത് കൺസോളിഡേറ്റ് ചെയ്ത റിപ്പോർട്ട് പോലീസിനും അതുപോലെ അത് അനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്കും മറ്റ് അധികാര കേന്ദ്രങ്ങൾക്കും നൽകും. മികച്ച തീരുമാനം തീർച്ചയായിട്ടും. അപ്പം അഭിരാമി നേരത്തെ പറഞ്ഞു, അഭിരാമിയിലേക്ക് വരുമ്പോൾ അഭിരാമി പുറത്തുനിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളാണല്ലോ അല്ലേ? നമ്മൾ ഈ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഈ താമസിക്കുന്നവരെക്കാട്ടിൽ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് എന്തൊരു പേടിയും ആശങ്കയും ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അച്ഛനും അമ്മയും ഒക്കെ രാവിലെ എഴുന്നേറ്റ് ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ മുഖമായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. എവിടുന്നാണ് അഭിരാമി വന്ന് ഇവിടെ താമസിക്കുന്നത്? എത്ര കാലമായിട്ട്?
ട്രിവാൻഡ്രം തന്നെയാണോ? ട്രിവാൻഡ്രം തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ അതുകൊണ്ട് നിന്നൊരു പേടിയോ ആശങ്കയൊക്കെ പറഞ്ഞിരുന്നോ ഇത് കണ്ടപ്പോ? അതെ 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 അതെ, തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു. ന്യൂസ് കണ്ടപ്പോ തന്നെ ആദ്യം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു നിങ്ങളുടെ അവിടെ സേഫ് ആണോ? ഓൾറെഡി ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ട് ആ ഒരു പേടി കുറച്ചുകൂടെ മാറി നിൽക്കുന്നതിന്റെ ഒരു ഭയമൊക്കെ ഉണ്ടാകും. അത് മറ്റൊന്ന്, ഇപ്പൊ നേരത്തെ മാഗി പറഞ്ഞതുപോലെ ഇതൊരു ബിസിനസ് കൂടിയാണ്. ഒരു വശത്ത് ഒരു ചെറിയ കെട്ടിടം ഉണ്ടെങ്കിൽ അത് PG കൊടുക്കുക, അല്ലെ, പൈസ സമ്പാദിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടാകും. നമ്മുടെ ഗതികേട് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വേറെ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ അത് എടുക്കുകയും ചെയ്യും. പക്ഷെ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഒന്നും ഈ സെക്യൂരിറ്റിയോ CCTV ഒന്നും ഇല്ല എന്നുള്ളത് സത്യമാണല്ലേ? അതെ അതെ, ഞാനിപ്പോ ഹോസ്റ്റൽ ഹണ്ടിങ്ങിന് തന്നെ എനിക്കും കൊളീഗ്സിന് വേണ്ടി നമ്മൾ ഒരുപാട് ഹോസ്റ്റൽസ് നോക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 ഷെയറിങ്ങിനാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചില ബിൽഡിംഗ്സിൽ 4 റൂമേ കാണുള്ളൂ, പക്ഷെ ഓരോ റൂമിലും 5 ഷെയറിങ്ങും 6 ഷെയറിങ് വരെ വരുന്ന റൂംസ് ഉണ്ട്. പക്ഷെ അതിന് വേണ്ടിടത്തുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ആ ഒരു പോകുന്ന വഴിയിലോട്ടുള്ള ഇടുങ്ങിയ വഴിയായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർലി ലൈറ്റ് കാണാത്ത പ്ലേസ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ പ്ലേസസ് ഇല്ലാന്നല്ല, തീർച്ചയായിട്ടും ഒരുപാട് കഴക്കൂട്ടത്തിന്റെ ആ ഒരു പ്ലേസിനുള്ളിൽ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പിങ്ക് പോലീസിനെയും പോലീസ് പട്രോളിംഗും ഒക്കെ കണ്ടിട്ടുണ്ടോ നേരത്തെ ഈ അഭിരാമി? തീർച്ചയായിട്ടും കഴക്കൂട്ടത്ത് ഓൾറെഡി അങ്ങനെ ഉണ്ട് എങ്കിലും, പക്ഷെ ഐസൊലേറ്റഡ് ആയിട്ട് ചില ഏരിയാസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഇന്റൻസിറ്റിയിൽ ചില ടൈം കാണത്തില്ല. കാരണം ഒരു 7 മണിക്ക് ശേഷം 6 മണിക്ക് വരെ 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ് ആണെങ്കിലും ഓവർ ഹെഡ് ചെയ്തും അതിന് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിന് ചെയ്തും ഒക്കെ ഒരുപാട് ആൾക്കാർ പല പല ടൈമിലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവര് റൗണ്ട്സിന് വരുമ്പോഴും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ചില ടൈമിങ്ങിൽ. അപ്പോൾ അപ്പോഴൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും അല്ലേ ഇത്തരത്തിൽ? ശരി, ഞാൻ അഭിരാമിയിലേക്ക് വരാം. ശ്രീമതി മീനു സന്ദീപ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 181നെ കുറിച്ച് താങ്കൾ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായി തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ നിരവധി കോളുകൾ വരുന്നത് കൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി തോന്നുന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ കേൾക്കണമെന്നുണ്ട്. ഇതുപോലെ 181ലേക്ക് വിളിച്ച് ക്രിയാത്മകമായി ഇടപെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ഈ ഒരു നിലവിലെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചി മെട്രോ അവിടെ ജോലി കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് പോകുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ച് 2 വീലറിൽ പോകുന്ന സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇഷ്യൂ നമുക്ക് റെഗുലർ ആയിട്ട് ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ആ ഒരു എമർജൻസി നമ്മൾ പോലീസ് സർവീസ് കൊടുത്ത് അവർക്ക് സർവീസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ മേലധികാരികളെ ഈ ഒരു റെഗുലർ ആയിട്ട് വരുന്ന ഇഷ്യൂ നമ്മൾ ബോധ്യപ്പെടുത്തുകയും നമ്മൾ അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ മേലധികാരികളെയും റിപ്പോർട്ട് ചെയ്ത് ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ലേറ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ പോലീസ് കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ ഇൻസിഡന്റ് നടക്കുന്ന റൂട്ടുകളിലെല്ലാം അവർ കൃത്യമായിട്ടുള്ള ഒരു പെട്രോളിങ്ങും കാര്യങ്ങളും എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പല പെൺകുട്ടികളും വളരെ ബോൾഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അവർ പെട്ടെന്ന് അവരെ ഫോളോ ചെയ്യുന്ന വണ്ടിയുടെ നമ്പർ അവർ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയുമ്പോൾ തന്നെ അവര് അത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് പോലീസിന് തന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയും. ഇത് ഈ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജോലി കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് പോകുന്നവരുടെ ഇൻസിഡന്റ്. മറ്റൊരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ സ്വന്തം അയൽക്കാരിൽ നിന്ന് പോലും സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ വിളിച്ചിട്ടുള്ള ഒരു പെണ്ണ്. അത്തരത്തിൽ ധാരാളം കേസ് ഉണ്ടെങ്കിലും പല കേസുകളിലും അവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മടിയാണ്. എന്റെ സമൂഹം എന്നെ എന്ത് വിചാരിക്കും, ഞാൻ എനിക്കിങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അപ്പൊ അതിൽ ഞാനൊരു പരാതിയായിട്ട് മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു പേടിയോട് കൂടിയാണ് പല കുട്ടികളും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കും. അതെ, തീർച്ചയായിട്ടും ഹെൽപ്പ് ലൈനിലേക്ക്, നമ്മുടെ 181 വിമൻ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, നമുക്ക് വരുന്ന എല്ലാ കോളും ഒരു ഇൻഫോമർ ആണ് ഒരാൾക്ക് വേണ്ടി വിളിക്കുന്നതാണെങ്കിൽ പോലും അവരുടെ ഡീറ്റെയിൽസോ നമ്പറോ ഒന്നും തന്നെ പുറത്തു പോകത്തില്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൽ ഒഫൻസ് സ്വന്തം നെയ്ബറിന്റെ ഭാഗത്തു നിന്നും ആ കുട്ടിക്ക് ഇതിന് മുൻപേ ഒരു പ്രാവശ്യം അത്തരത്തിലൊരു ശ്രമം ഉണ്ടായിട്ട് ആ കുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായില്ല. രണ്ടാമതൊരു ശ്രമം ഉണ്ടാകുന്ന സമയത്താണ് 181ലേക്ക് വിളിക്കുന്നത്. അത് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നീണ്ട ഒരു എന്താ പറയാ, ആ ഒരു കുട്ടി കരയുവാണ്. ആ കുട്ടിയെ സമാധാനിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ കുട്ടി പറയുന്നത്. അതിനുശേഷം കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. അക്യൂസ്ഡിനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം അവിടെ കൊണ്ട് മാത്രം നമ്മുടെ ഒരു സർവീസ് തീരുന്നില്ല. ആ കുട്ടി ആ ട്രോമയിൽ നിന്നും ആ കുട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ്, കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് ആ കുട്ടിയെ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട്, മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ധാരാളം, വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന കേസുകൾ, ഇപ്പോ റിലേഷൻഷിപ്പിലായിരിക്കുന്നു, റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് എന്താ പറയാ,
എക്സിൽ നിന്നും ഉണ്ടാകുന്ന ത്രെട്ടണിങ്, ഫോട്ടോസ് അവര് ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഫോട്ടോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ പാരന്റ്സിന് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ത്രെട്ടണിങ് വരുന്നു. അത്തരത്തിലുള്ള കേസുകൾ ധാരാളം വരാറുണ്ട്. നമുക്ക് വരുന്ന ഓരോരോ കേസുകളും വ്യത്യസ്തമാണ്. DV കേസുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ സെക്ഷൽ എന്താ പറയാ ഒരു മെറിറ്റൽ റേപ്പ് ഫേസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് വയലൻസ് കേസുകളുണ്ട്. പലരും ഇത് പുറത്ത് പറയുന്നില്ല. ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കെന്തോ മോശമാണ്, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്ത് വിചാരിക്കുമെന്ന് പറയുന്ന ആ ഒരു കാലം നമ്മൾ മാറണം. 181 നിങ്ങളോടൊപ്പമുണ്ട്. അതെ, ഈ ശ്രീമതി മീനു സന്ദീപ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പാനലിരിക്കുന്നവർക്കും പെട്ടെന്ന് ചില മുഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നല്ലേ. കാരണം ഈ പ്രായഭേദമന്യേ സ്ത്രീകൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് പുറത്തു പറയാൻ പേടിയാണ്. ടീനേജിലുള്ള കുട്ടികളുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ വിവാഹിതരായ ഭർത്തൃ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന പീഡനങ്ങൾ, അങ്ങനെ ഓരോരുത്തരുടെയും മുഖം നമ്മളിലേക്ക് വരുന്നു. നമുക്കറിയേണ്ടത് ഈ 181 പ്രവർത്തനം എങ്ങനെയെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ട്രബിളിലാണ്, എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്ത് മൊബൈലിൽ 181 എന്ന് ഡയൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ കോള് 181ലേക്ക് ലാൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ 24 hours അലേർട്ട് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഉള്ളത്. കോള് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യും. എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മാപ്പ് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നു. ചില ക്ലയൻസ് പെട്ടെന്ന് പാനിക് ആയിട്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു എങ്ങനെ തുറന്ന് പറയണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിരിക്കും. അപ്പൊ അവരോട് നമ്മൾ കൂടെയുണ്ട് പറയാനായിട്ട്. അവരുടെ പരാതി കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പൊ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു ആക്ഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. എമർജൻസി ആയിട്ട് പോലീസ് അവിടെ എത്തേണ്ട ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംഭവം വെച്ചിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, രാത്രി ഈ ഒരു 3-4 ദിവസത്തിന് മുമ്പേ ഒരു റിപ്പോർട്ട് ചെയ്തൊരു കേസാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയാണ്, ഹസ്ബൻഡ് ഒരു സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പെട്ടെന്ന് ഒരു എന്താ പറയാ ഡോറിൽ മുട്ടുന്ന ഒച്ച കേട്ടിട്ട് ഒരു 3 മണി ആ ഒരു സമയത്ത് അവരെ പെട്ടെന്ന് നമ്മളെ വിളിച്ചു. അവർ ഭയങ്കര പാനിക് ആയിട്ടാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഡോറ് തുറക്കണോ പുറത്തിറങ്ങണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ ആ ലൈനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ 112 പോലീസ് കൺട്രോൾ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും പോലീസിനെ അവിടെ എത്തുന്നത് വരെ നമ്മൾ ആ ക്ലയന്റിനോടൊപ്പം അവർക്കൊരു പേടി തോന്നാത്ത രീതിയിൽ, ഇപ്പൊ എമർജൻസി ആയിട്ട് നിങ്ങൾ ഡോറ് തുറക്കണ്ട എന്നുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ ധൈര്യത്തിന് നമ്മൾ കൂടെ തന്നെ ഉണ്ട്. ആ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ പോലീസിനെ അവിടെ എത്തിക്കാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് 181 ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നമ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കോൾ ഒരു മിസ്ഡ് കോൾ ആയിട്ടാണ് നമുക്ക് ലാൻഡ് ചെയ്യുന്നാൽ പോലും നമ്മൾ തിരിച്ചു വിളിച്ചിരിക്കും, സർവീസ് ഉറപ്പാക്കിയിരിക്കും. വെറുതെ ആണോ വിളിച്ചത്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആണോ വിളിച്ചത് എന്നുള്ളത് നമ്മൾ അവിടെ കൺഫേം ആക്കിയതിന് ശേഷമേ ഓരോ കോളും വൈൻഡ് അപ്പ് ചെയ്യാറുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ കേസുകളൊന്നും പെട്ടെന്ന് ഒരു സർവീസ് കൊടുത്ത് തീരുന്ന ഒരു കേസല്ല, കൃത്യമായ ഫോളോ അപ്പ്. ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് പോലുള്ള ഒരു കേസുകളൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് ആ ഒരു സ്റ്റാറ്റസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 മാസം 6 മാസം അതിന് മുകളിലേക്ക് പോകുന്ന കേസുകളും ഉണ്ട്. അപ്പോ അത്തരത്തിൽ വേണ്ടുന്ന എല്ലാ നിയമസഹായങ്ങളും തുടർന്നുള്ള ഇൻ കേസ് ഒരു എമർജൻസി ഷെൽട്ടർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടുന്ന ഒരു അവസ്ഥ വന്നു, സ്വന്തം വീട്ടിൽ നിന്ന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവർക്ക് പുറത്തിറങ്ങേണ്ടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒട്ടും സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന സ്വന്തം അച്ഛന്റെ ഭാഗത്തു നിന്നായാലും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ അത്രയും അടുത്ത റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നായാലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് വേണ്ടുന്ന എന്താ പറയാ വൊക്കേഷണൽ ട്രെയിനിങ് പോലുള്ള മറ്റ് കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു എമർജൻസി ആയിട്ട് ഒരു പോലീസിനെ അവിടെ എത്തിക്കുന്നത് കൊണ്ട് മാത്രം തീരുന്നതല്ല, ഫോളോ അപ്സും ഉണ്ടാകും. ഓക്കെ, ശരി. മാഗി, ഇപ്പോ ഈ കാലം മാറിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, വന്ന സമയത്തുണ്ടായിരുന്ന കഴക്കൂട്ടമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ പെൺകുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ തിരിച്ച് പ്രതികരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായും. മുൻപ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ഇതുപോലെ പ്രതിനിധി വിമൻസ് ഫോറത്തിലേക്ക് ഒരു പരാതി വന്നു. ഒരു സ്ത്രീക്ക് ചെറിയ തരത്തിലുള്ള ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായ ഒരു ഊബർ ഡ്രൈവറിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിക്കണം. അപ്പോൾ നമ്മൾ പോലീസിന് കേസ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞത്, ഇല്ല, എനിക്ക് പോലീസിന് ഭയമാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാരും ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല, അതുകൊണ്ട്
അത് തീരെ ചെറിയ കുട്ടിയല്ല, ഒരു മുതിർന്ന സ്ത്രീയായിരുന്നു. അവർ ഒരു റെപ്യൂട്ടഡ് പൊസിഷനിലുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ പോലും നിയമ സംവിധാനത്തെ സമീപിക്കുന്നതിനുള്ളൊരു ഭയം അല്ലെങ്കിൽ അതെന്തോ മോശമാണെന്നുള്ളത്. പക്ഷേ ഇന്ന് അത് ഒരുപാട് മാറിയിട്ടുണ്ട്. മുൻപ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഐ മീൻ ഒരു 6-7 വർഷം മുമ്പൊക്കെ നമ്മൾ ആദ്യം പ്രതിധ്വനി വിമൻസ് ഫോറം തുടങ്ങുന്ന സമയത്ത് പല പെൺകുട്ടികൾക്കും ഉള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതിധ്വനി വിമൻസ് ഫോറമാണ് പോലീസിനെ സമീപിക്കുകയും കേസ്. ഇപ്പോൾ കുറച്ചുകൂടി പെൺകുട്ടികൾ തയ്യാറായി വരുന്നുണ്ട്, കേസ് കൊടുക്കാൻ അവർ തന്നെ ഒപ്പം വരുന്നുണ്ട്, അവർ തന്നെ കേസ് കൊടുക്കും, നമ്മൾ അവർക്ക് സപ്പോർട്ടാണ് ഇട്ട് നിന്നാൽ മതി. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്. പിന്നെ പ്രതികരണം വളരെ മിക്കവാറും ഒക്കെ കുട്ടികൾ അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്, അവർ നമ്മളെ സമീപിക്കുന്നുണ്ട്. ചിലപ്പോൾ അതായത് വനിതാ ഫോറത്തെ പോലും സമീപിക്കാൻ ഭയന്നിരുന്ന അല്ലെങ്കിൽ അതിന് മടിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അത്തരക്കാർ പൂർണ്ണമായും മാറി എന്ന് പറയത്തില്ല, ഇപ്പോഴും അത് അങ്ങനെയുള്ളവരുണ്ട്. എങ്കിലും കമ്പാരിറ്റീവ്ലി അത് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെച്ച ഒരുപാട് പേരുണ്ടല്ലേ. കാരണം ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് എന്നോടൊരാൾ പറഞ്ഞതാണ്, ഇത്തരത്തിലൊരു അനുഭവം ഇന്ന് എന്താണ് ചർച്ച എന്ന് ചോദിച്ചപ്പോൾ ഇതാണെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അശ്വതി ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്ന ആ ഒരു ഇത് മാറണം. നമുക്കൊരു അനുഭവം ഉണ്ടായി, പക്ഷെ നമ്മൾ അത് കടന്നു വരണം, മുന്നോട്ട് വരണം എന്നുള്ളൊരു വലിയ സന്ദേശമുണ്ടല്ലോ. നമ്മൾ ഈ ചർച്ചകളും എഴുത്തും വായനയും എല്ലാം നമുക്ക് വേണ്ടതും അതിനു വേണ്ടിയിട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിനൊരു മാറ്റം വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊരു നെഗറ്റീവ് സൈഡ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു വിഷയം വന്നല്ലോ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്നുണ്ടാകുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ എത്തണം എന്ന് ചില ഹോസ്റ്റലുകളിലൊക്കെ സമയം ഇത്ര മണിക്ക് മുമ്പ് വരണം, നിങ്ങൾ അത് കഴിഞ്ഞ് വരുന്നവർക്ക് നിങ്ങൾ തുറന്നു കൊടുക്കണ്ട എന്ന് വെച്ചാൽ അവിടെ തുറന്നു കൊടുക്കാൻ ഒരാളില്ല, അപ്പോൾ നിങ്ങൾ തുറന്നു കൊടുക്കണ്ട എന്ന് ഇൻമേറ്റ്സിനോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. കുട്ടികൾ അവർ ജോലി കഴിഞ്ഞാണെങ്കിലും അഥവാ അത് കഴിഞ്ഞൊരു സിനിമയ്ക്ക് പോയിട്ടാണെങ്കിലും അവർ ഇപ്പം സർക്കാർ പോലും ഇടപെട്ടിട്ട് പൊതുസ്ഥലം സ്ത്രീക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മുടെ വനിതാ ജംഗ്ഷനൊക്കെ നടത്തുന്ന വലിയൊരു സാഹചര്യമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കുട്ടികളെ 7 മണി കഴിഞ്ഞാൽ ഗേറ്റിനകത്ത് എന്നുള്ള അവസ്ഥ പറഞ്ഞതുപോലെ അവിടെ ആളില്ലാത്തതായിരിക്കുമല്ലോ അല്ലേ? അതെ, അവർക്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് അവർ പറയാണ് നിങ്ങൾ തുറന്നു കൊടുക്കണ്ട, 10 മണി കഴിഞ്ഞാൽ ആർക്കും തുറന്നു കൊടുക്കണ്ട. അതല്ല വേണ്ടത്. സമൂഹവും ഭരണാധികാരികളും എല്ലാം ചേർന്ന് അവർക്ക് കൂടി ഈ രാത്രി നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് കൂടി അവകാശപ്പെട്ടാണ്. അത് അവരെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ള സാഹചര്യം നമ്മൾ ഓരോരുത്തരും ചേർന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് ഈ ഹോസ്റ്റൽ അധികൃതരും PG അധികൃതരും അതിനനുസരിച്ച് നഗരസഭ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവരും അത് നടപ്പിലാക്കി അങ്ങനെ ഒരു സൗകര്യമാണ് ഉണ്ടാക്കേണ്ടത്. അതെ, അഭിരാമിയെ പോലെയുള്ള അഭിരാമിയുടെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പെൺകുട്ടികളുടെ ഒരു മനോനിലയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടി ബോൾഡ് ആകുന്നുണ്ടോ പെൺകുട്ടികൾ ഈ കാലത്ത്? അതെ 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 ഇപ്രാവശ്യം ഈ ഒരു കാലത്ത് മാറ്റി വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മാം പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാര് പറയാതെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കൊളീഗ്സിന് തന്നെ ചില ഇൻസിഡൻസ് ഇതുവരെ പുറത്താരും അറിഞ്ഞിട്ടില്ല. പുള്ളിക്കാരി നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ മാത്രം സംസാരിച്ച് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഈ ഒരു ന്യൂസിനെ കേട്ടപ്പോൾ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും, ഇനി അതിനെപ്പറ്റി സംസാരിക്കണം, ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും നമുക്ക് എന്തായാലും പറയണം എന്ന രീതിയിലൊക്കെ എന്തായാലും ആൾക്കാർക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ സംസാരിക്കുമ്പോൾ നമ്മളോടും കൂടി പറയുമായിരിക്കുമല്ലോ, ഇത് പുറത്ത് പറയണ്ട, നീ മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. അതെ 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 ആദ്യം ഒക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ന്യൂസസ് പറഞ്ഞു വരുമ്പോ എല്ലാവരുമായിട്ട് തന്നെയാ പറയുന്നത്. അതാണ് ശ്രീമതി മീനു സന്ദീപ്, നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതും. പ്രതികരിക്കുക, പറയുക എന്നുള്ളിടത്ത് അവിടെയേ ഇത് മാറൂ എന്നുള്ളതാണ്. നമ്മൾ ഈ വിഷയം മാത്രമല്ല പറയുന്നത് എങ്കിൽ പോലും നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതല്ലേ. പരാതികളുടെ എണ്ണം കൂടി വരുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ധാരാളം പരാതികൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പരാതികൾ എന്ന് പറയുമ്പോൾ ഓരോ കേസുകളും വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പരാതികൾ. അതിൽ നമ്മുടെ യുവാക്കളായിട്ടുള്ള കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്, കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്, അവരുടെ പരാതികൾ അവർ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ഒരുപാട് ഓപ്പൺ ആയിട്ട് അവർക്ക് തുറന്ന് പരാതിയിലേക്ക് എത്തണമെങ്കിൽ അവരൊരു മെന്റൽ സപ്പോർട്ട് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പാരന്റ്സ് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. പല പരാതികളിലും അവർ പരാതി വിഡ്രോ ചെയ്യുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊട്ടും സപ്പോർട്ട് ചെയ്യത്തില്ല, ഈ പരാതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിൽക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ പാരന്റ്സ് ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമാണ്.
തീർച്ചയായിട്ടും ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ 181 വിളിക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമ സഹായം, എമർജൻസി പോലീസ് സർവീസ്, കൗൺസിലിംഗ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഷെൽട്ടർ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ആ വാക്കുകൾക്ക്. ഒപ്പം ഓർമ്മിപ്പിക്കാൻ, ഈ ചർച്ചയല്ല, ഒരു അവയർനെസ് ആയിട്ട് തന്നെ എടുക്കണം. 181 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എപ്പോഴും മനസ്സിൽ ഇട്ടേക്കുക. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ അവിടേക്ക് ഡയൽ ചെയ്യുക. അവരെ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവർ തിരിച്ചു വിളിക്കും എന്നുള്ള ഉറപ്പാണ്. മീനു സന്ദീപ് നമുക്കൊപ്പം ചേർന്ന് സംസാരിച്ചത്. മാഗി, വളരെയധികം നന്ദി വന്നതിനും സംസാരിച്ചതിനും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകട്ടെ. ഒപ്പം അഭിരാമി ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. നേരത്തെ പറഞ്ഞ കൊളീഗ്സിനോടൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.